ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റോബസ്റ്റ് പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല പഞ്ഞു പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ റോബസ്റ്റ് പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള 3 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പഴം ഏത് പഴമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. റോബസ്റ്റ് പഴത്തിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ലൊരു മധുരമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 3 പഴത്തിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കാനായിട്ട്. ഇനി ഈ ഒരു മുട്ട നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബീറ്റർ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്താൽ മാത്രമേ കറക്റ്റ് നല്ലൊരു പരുവത്തിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റിലും പരുവത്തിലും കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇതേപോലൊരു സ്പൂൺ അളവിൽ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ ഒരു അരിപ്പൊടിയും മുട്ടയും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റോബസ്റ്റ് പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ്. ബൂസ്റ്റ് പൊടി ഇതിലേക്ക് 3 4 പാക്കറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പരുവൊന്നും തെറ്റത്തില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് തന്നെ കറക്റ്റ് അളവാണ്. അതുകൊണ്ടാണ് 2 പാക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ 1 കപ്പ് നിറയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ആ ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്ത ശേഷം നമുക്കിഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു അരിപ്പ പാത്രം ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലേക്കാണ് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് 30 മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക. എന്നാലാണ് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ദാ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും എന്നൊക്കെ പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിനകമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.